റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മുടെ കണക്കിൽ ഇപ്പോൾ എവിടെയാണ് എത്തിയത്? ഇസ്രാ മിഅ്റാജ്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 50 വയസ്സായി. നുബുവത്ത് ലഭിച്ചിട്ട് 10 വർഷങ്ങൾ പിന്നിട്ടു. 10ാമത്തെ വർഷത്തിലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ വേദനിപ്പിച്ച 2 മരണങ്ങൾ, ഖദീജ റളിയല്ലാഹു അൻഹയുടെയും അബൂ ത്വാലിബിൻ്റെയും മരണമുണ്ടാകുന്നത്, ത്വായിഫിലേക്കുള്ള യാത്രയുണ്ടാകുന്നത്, പിന്നീട് ഇസ്രാ മിഅ്റാജ് എന്ന വലിയ അള്ളാഹുവിനൊരു അനുഗ്രഹം. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ആ ഒരവസ്ഥയിൽ വളരെ മനപ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, വളരെ വിഷമതകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ അവസരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് നൽകിയൊരു ആശ്വാസമായിരുന്നു ഇസ്രാ മിഅ്റാജ്. അങ്ങനെയൊരു ചരിത്രം, അങ്ങനെയൊരു സംഭവം മറ്റ് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കാണാത്ത ഒരു കാര്യം കൂടിയാണ്. ഒരു പ്രവാചകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ആ പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയും വളരെ അത്ഭുതകരമായ പല കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാണുകയും ചെയ്തു എന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടോ എന്ന വിഷയം. ഇസ്രാ എന്ന് പറഞ്ഞാൽ രാപ്രയാണം, രാത്രി മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയതിനാണ് ഇസ്രാ എന്ന് പറയാം. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് സിദ്റത്തുൽ മുൻതഹയും കടന്ന് ഏറ്റവും അങ്ങേ അറ്റത്തേക്ക് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയ ആ യാത്രയ്ക്കാണ് മിഅ്റാജ് എന്ന് പറയാം. അപ്പോൾ മിഅ്റാജിൻ്റെ രാത്രി, ഇസ്രാവും മിഅ്റാജും നടന്ന രാത്രി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ നേരിട്ട് കണ്ടോ എന്നതൊരു ചോദ്യമാണ്. അള്ളാഹുവിൻ്റെ അടുത്തെത്തി എന്ന് നമ്മൾ പ്രമാണങ്ങളുടെ മനസ്സിലാക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം ഫർളാക്കിയതൊക്കെ ആ സമയത്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അള്ളാഹുവിനെ നേരിട്ട് കണ്ടോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോട് താബിഈങ്ങളായ മഹാന്മാരായ താബിഈങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. യാ ഉമ്മത്ത, അല്ലയോ വിശ്വാസികളുടെ മാതാവായ ഉമ്മ, ഹൽ റഅ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റബ്ബിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ണുകൾ കൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ചില കാര്യങ്ങൾ നിനക്കറിയാമല്ലോ, നീ എന്താണ് നിനക്കത് അറിയാതെ പോകുന്നത്? ലഖദ് ഖഫ ശഅരി മിമ്മാ ഖുൽത്, നീ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് ഒരു വല്ലായ്മ തോന്നുന്നു. ഐന അൻത മിൻ സലാസിൻ മൻ ഹദ്ദസകുന്ന ഫഖദ് കദബ്, മൻ ഹദ്ദസക അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റഅ റബ്ബഹു ഫഖദ് കദബ്. ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ കള്ളം പറഞ്ഞതാണ്, അവന് കള്ളം പറഞ്ഞതാണ്. എന്നിട്ട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിലെ ആയത്തുകൾ പാരായണം ചെയ്തു. എല്ലാ അഖീദ ഗ്രന്ഥങ്ങളിൽ, വിശ്വാസം പഠിപ്പിക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും കാണുന്ന ഒരു ആയത്ത് കൂടിയാണത്. ലാ തുദ്രിക്കുൽ അബ്സാറു വഹുവ യുദ്രിക്കുൽ അബ്സാർ. കാഴ്ചകൾക്ക്, അബ്സാറുകൾക്ക്, ബസറുകൾക്ക്, കാഴ്ചകൾക്ക് അള്ളാഹുവിനെ എത്തിപ്പിടിക്കാൻ കഴിയില്ല. വഹുവ യുദ്രിക്കുൽ അബ്സാർ, അള്ളാഹുവാണ് കാഴ്ചകളെ പിടികൂടുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് എന്ന ആയത്ത്. അഥവാ നമുക്കറിയാം, നേരത്തെ ചരിത്രത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ഇതുപോലൊരു ആവശ്യം അള്ളാഹുവിന് മുമ്പിൽ വെച്ചിരുന്നു, അള്ളാഹുവിനെ കാണാൻ പറ്റുമോ എന്നുള്ളത്. ഒരു മനുഷ്യൻ ഭൗതികമായ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവൻ്റെ ഈ ലോകത്ത് അവന് ഉപയോഗിക്കാനുള്ള ഈ കപ്പാസിറ്റിയുള്ള കണ്ണുകൊണ്ട് ഒരിക്കലും നാളെ ഈ ഭൗതികതയ്ക്ക് അപ്പുറമുള്ള, ഭൗതികമായ സാഹചര്യങ്ങൾക്കും പരിസരങ്ങൾക്കും അപ്പുറത്തുള്ള അള്ളാഹു, ഏറ്റവും ഉന്നതമായ അള്ളാഹുവിനെ പോലെയുള്ളതിനെ ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് തന്നെ നമ്മൾ വായിച്ചറിഞ്ഞ സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. മനുഷ്യൻ്റെ കണ്ണുകളുടെ ഭൗതിക ലോകത്ത് തന്നെ നിലവിലുള്ള എക്സ്റേ, അതുപോലെ അൾട്രാ വയലറ്റ്, ഇതുപോലുള്ള കിരണങ്ങളെ, രശ്മികളെ തന്നെ മനുഷ്യന് ഭൗതികമായ അതിനുള്ളിൽ തന്നെയുള്ള രശ്മികളെ തന്നെ മനുഷ്യൻ്റെ കണ്ണിന് കാണാൻ കഴിയില്ല. അപ്പോൾ അത്രത്തോളം പരിമിതികളുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റഹ്മാനായ റബ്ബിനെ നേരിട്ട് കാണണം എന്ന് പറയുന്നത്, കാണുക എന്ന് പറയുന്നത് ദുനിയാവിലെ സാഹചര്യങ്ങൾ, ആ കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും കഴിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും
അത് സാധിച്ചിട്ടില്ല. നാളെ ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് മാത്രം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു പ്രത്യേക അനുഗ്രഹം കൂടിയാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടത്തായി അള്ളാഹു സൂചിപ്പിച്ചതുപോലെ സ്വർഗത്തിനും അപ്പുറത്ത് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് അള്ളാഹുവിനെ നേരിട്ട് കാണുക, നേരിട്ട് ദർശിക്കുക. അത് നമ്മൾ ഭൂമിയിൽ യാതൊരുവിധ തടസ്സവുമില്ലാതെ രാത്രി ചന്ദ്രനെ കാണുന്നത് പോലെ അല്ലെങ്കിൽ സൂര്യനെ കാണുന്നത് പോലെ ഒരു മറയോ തടസ്സമോ ഇല്ലാതെ നമുക്കിതൊക്കെ കാണാൻ കഴിയുന്നത് പോലെ തന്നെ വളരെ വ്യക്തമായി നാളെ മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണും എന്ന് പ്രമാണങ്ങളുടെ സ്ഥിരപ്പെട്ടു വന്നതായി കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു ഷഖീഖ് എന്ന് പറയുന്ന താബഈ പണ്ഡിതൻ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു ഇതേ ചോദ്യം, അള്ളാഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ടോ? അബൂദർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഞാനും നിനക്കുണ്ടായ ഇതേ സംശയം എനിക്കുമുണ്ടായി. ഞാൻ ഇതേ ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഞാൻ റസൂലിനോട് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. ഫഖാല റഅയ്തു നൂറൻ, ഞാനൊരു പ്രകാശം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചതാണ്. ഇനി ആ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ടായിരുന്നു. നേരത്തെ തുടക്കത്തിലെ പല കാര്യങ്ങളും ഓരോ ആകാശത്തിലെ പ്രവാചകന്മാരെ കണ്ടതും നിസ്കാരം ഫർളാക്കിയതും ഒക്കെ സൂചിപ്പിച്ചു. ആ യാത്രയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ശിക്ഷകൾ അനുഭവിക്കുന്ന ആളുകളെ നേരിട്ട് കാണുകയുണ്ടായി. നമ്മൾ പറഞ്ഞു, നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ കാലം സമയം എന്നതൊക്കെ ഉള്ളത്. ഈ ഒരു ഭൂമി, ഈ ഒരു ഭൗതികമായ ഒരു ഭൂമിയും സൂര്യനുമൊക്കെ അടങ്ങുന്ന നമ്മളെ ഒരു സോളാർ സിസ്റ്റം അതൊക്കെ വിട്ട് അഭൗതികമായ ഒരു ലോകത്തേക്ക് എത്തുമ്പോൾ അവിടെ കാലവും സമയവും ഒന്നും പരിഗണിക്കുന്ന വസ്തുക്കളല്ല. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആ ഒരു ചലനം കൊണ്ടാണല്ലോ ഇങ്ങനെ ദിവസം മാറി മാറി വരുന്നത്, മണിക്കൂറുകൾ ഇങ്ങനെ പോകുന്നത്. ഇതൊക്കെ ഇല്ലാത്തൊരു ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അതാണ് ആഖിറം, സൂര്യനില്ലാത്ത സമയമില്ലാത്ത ഒരു ലോകം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എങ്ങനെയാണ് കണ്ടത്, ഭാവിയിൽ വരാനുള്ള നരകത്തിലെ ശിക്ഷകളെയും നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളെയും എങ്ങനെയാണ് കണ്ടത് എന്ന ചോദ്യത്തിന് അവിടെ ഭൗതികമായ നമ്മുടെ അറിവ് വെച്ച് തന്നെ ചിന്തിച്ചാൽ തന്നെ ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് കാണാൻ കഴിയും.